നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഹരിവംശ പ്രഭാഷണ പരമ്പരയുടെ 24-ാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് രാസക്രീഡ, വൃഷഭാസുരവധം മുതലായ ഭാഗങ്ങളാണ് നോക്കാനുള്ളത്. അപ്പം നേരത്തെ പറഞ്ഞിട്ട് ഭാഗവതത്തിലെ കഥാഘടനയായിട്ട് വളരെ വ്യത്യസ്തമുള്ളതാണെന്ന് പലതിക്കലും പറഞ്ഞു കഴിഞ്ഞു. ഭാഗവതത്തിൽ വിപ്രപത്നി അനുഗ്രഹം, അതുപോലെ നന്ദഗോപരെ വരണലോകത്ത് നിന്ന് ഭഗവാൻ തിരിച്ചു കൊണ്ടുവരുന്നത്, മുതലായ ചില സംഗതികൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അതുപോലെ ഈ വസ്ത്രാപഹരണ ലീല അതൊന്നും ഇവിടെ പരാമർശിച്ചിട്ടേ ഇല്ല. ഇവിടെ ഈ ഇന്ദ്രയാഗം മുടക്കിയതും അതിനുശേഷം ഗോവർദ്ധനോദ്ധാരണം, ഇന്ദ്രൻ്റെ അഹങ്കാരം ശമിപ്പിച്ചതും ഇന്ദ്രൻ വന്ന് സ്തുതിച്ചതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം നേരെ രാസക്രിയയിലേക്ക് കടക്കുകയാണ്. ഈ രാസക്രിയയുടെ പ്രതിപാദിക്കുന്നതിലും ഹരിവംശത്തിന് ഭാഗവതത്തിന് വളരെ വ്യത്യാസമുണ്ട്. ഭാഗവതത്തിൽ 5ഓളം അധ്യായങ്ങളിലായിട്ട് 174ഓളം ശ്ലോകങ്ങളിലാണ് രാസക്രിയയുടെ വിശദമായി വർണ്ണിച്ചത്. ഈ 5 അധ്യായങ്ങൾ 29 മുതൽ 33 കൂടിയ 5 അധ്യായങ്ങളാണ്. അതിന് രാസപഞ്ചാധ്യായി ആചാര്യന്മാർ പറയും. അത് വിസ്തൃതിയുള്ള വർണ്ണനയാണ്. ഇവിടെ ആകട്ടെ ഒരൊറ്റ ചെറിയ അധ്യായമുണ്ട്, അത് 34 ശ്ലോകം മാത്രമേ ഉള്ളൂ. അതിന് 5-8 ശ്ലോകം ആദ്യ ഭാഗങ്ങളൊന്നും രാസക്രിയയായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതുമല്ല. ചുരുക്കത്തിൽ ഒരു 10-22 ശ്ലോകങ്ങളെ കൊണ്ടാണ് രാസക്രിയയുടെ ചുരുക്കത്തിൽ വർണ്ണിച്ചത്. ഈ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഭഗവാൻ ഭാഗവതത്തിലെ വസ്ത്രാപഹരണ ലീലയുടെ സമയത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മോഹമൊക്കെ സാധിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ ഗോപസ്ത്രീകൾ ഭഗവാനുള്ള ആസക്തി വർദ്ധിച്ചിട്ട് ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് കാളിന്തി നദിയിൽ പോയി കുളിക്കുകയും പാർവതിയുടെ ഒരു വിഗ്രഹം ഇതാക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് ആ നന്ദഗോപ പുത്രനായ കൃഷ്ണൻ ഞങ്ങൾക്ക് ഭർത്താവായി വരണമെന്ന് പ്രാർത്ഥിച്ചു എന്നൊക്കെ കാണാം. ആ പ്രാർത്ഥനയെ ഞാൻ സഫലമാക്കാതൊക്കെ ഭഗവാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ വിസ്തരിച്ചൊരു പശ്ചാത്തലമുണ്ട്. ഇവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ പറയുന്നത് ഈ വൃഷഭാസുരനല്ല, നേരത്തെ പറഞ്ഞ ഈ ഇന്ദ്രയാഗത്തിന് ശേഷം ഉള്ള കാര്യങ്ങൾ പറയാൻ. ഇന്ദ്രൻ ഭഗവാനെ സ്തുതിച്ചിട്ട് പോയി. ഭഗവാൻ ഇന്ദ്രനോട് പറഞ്ഞു, അങ്ങ് സ്വന്തം ധർമ്മങ്ങളിൽ തന്നെ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയും ചെയ്തു. അതിനുശേഷം എന്തൊക്കെ ഉണ്ടായതാണ് രാസക്രിയയിൽ പറയുന്നത്. ചക്രൻ പോയിട്ടുടൻ കൃഷ്ണൻ വ്രജവാസി ജനാർച്ചിതൻ ശ്രീമൻ ഗോവർദ്ധനധരൻ വ്രജത്തിങ്കൽ കരേറിനാൻ. ഇതൊക്കെ കാട്ടുപ്രദേശത്താണ് നടന്നത്. ഇങ്ങനെ ഈ ഇന്ദ്രൻ്റെ സ്തുതിയൊക്കെ കേട്ടു. ഇന്ദ്രൻ പോയതിന് ശേഷം ഭഗവാൻ വ്രജവാസി ജനാർച്ചിതൻ ആണ്. വ്രജവാസികളായ ഗോകുലത്തിലുള്ളവരാൽ അർച്ചിക്കപ്പെടുന്നവനായ പൂജിക്കപ്പെടുന്നവനായ ഭഗവാൻ ഗോപന്മാരോട് കൂടിയിട്ട് ഗോകുലത്തിലേക്ക് തന്നെ പോയി. അവരൊക്കെ അവിടെ വെച്ചിട്ട് വൃദ്ധന്മാരൊക്കെ കൃഷ്ണനെ വളരെ ശ്ലാഘിച്ചു. അവർ പറഞ്ഞു, നിന്നും വൃത്തത്താൽ നയത്താലും ഞങ്ങൾ പാലിതർ ധന്യരായി തീർന്നു. വർഷഭയം പൈക്കൾക്ക് ഈ ഉള്ളോർക്കു അറ്റുവൻ ഭയം. പശുക്കൾക്കും ഞങ്ങൾക്കൊക്കെ ഈ വലിയ മഴയെക്കുറിച്ചുള്ള ഭയം ഉള്ള നാശമൊക്കെ തീർത്തുമല്ലോ. ഗോവിന്ദ നിൻ പ്രസാദത്താൽ ദേവതുല്യ പരാക്രമ, ദേവന്മാരുടെ പരാക്രമത്തിന് തുല്യമായ പരാക്രമത്തോടു കൂടിയവനാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവർ അത്ഭുതപ്പെട്ടിട്ട് കൃഷ്ണനോട് ചോദിക്കുകയാണ്, അങ്ങ് ആരാണ് യഥാർത്ഥത്തിൽ? സാധാരണ മനുഷ്യനാണോ? അത്രയൊന്നും മെച്ചപ്പെടാത്ത ഈ ഗോകുലത്തിൽ വന്ന് ജനിച്ചിട്ട് നീ എങ്ങനെ കഴിയുന്നു? നീ ആരാണ്? നീ ആരുവാൻ രുദ്രവസുക്കളി മഹാബലൻ. മരുത്തുക്കളിൽപ്പെട്ട ആളാണോ? അല്ല രുദ്രന്മാരിൽ ആരെങ്കിലും ആണോ? വസുക്കളിൽ ആരെങ്കിലും ആണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഏകാദശ രുദ്രന്മാരും അഷ്ടവസുക്കളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ആണോ നീ? എന്തിനു വേണ്ടി നിന്നച്ഛനായതോ വസുദേവനും? എൻ്റെ അച്ഛനായിട്ട് വസുദേവൻ തീർന്ന എങ്ങനെയാണ്? വേറെ തിരിച്ചു ചോദിച്ചാൽ വസുദേവൻ്റെ മകനായി ഇതിന് ജനിച്ചത് എന്തിനാണ് എന്നും ചോദിക്കുകയാണ്. ഇങ്ങനെ കുറേ ഇതൊക്കെ കഴിഞ്ഞിട്ട് രാസക്രിയ എടുത്ത് ആരംഭിക്കുന്നുള്ളൂ. ഒരു 10-11 ശ്ലോകങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ രാസക്രിയയുടെ ഒരു ഭാഗം വളരെ കുറച്ചേ ഉള്ളൂ എന്നർത്ഥം. ഇങ്ങനെ ചോദിച്ചു, ഞങ്ങൾ ദേവനോ യക്ഷനോ ദൈത്യന്താനോ ഗന്ധർവനോ ഭവാൻ, ഞങ്ങൾക്ക് ബന്ധുവാണ് ആരായാലും വേണ്ടതില്ലാ തൊഴാം. ഏതായാലും നീ യക്ഷനായാലും ഗന്ധർവനായാലും ദേവനായാലും ഒക്കെ കൊള്ളാം, ഞങ്ങൾക്ക് ഏതായാലും നീ ബന്ധുവാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ
വെണ്ടില്ല കാതുഴാൻ വല്ല കാര്യത്തിനു വാഴയാൻ നീ രക്ഷയാൽ ഞങ്ങളെല്ലാം നിൻ തുണക്കാർ നിന്നെ ശരണമണ്ടവർ. നിന്നെ കൈകൂപ്പുന്നവരാണ്, നിന്നെ ശരണം പ്രാപിച്ചവരാണ്. ഒരുപക്ഷെ ഏതോ ഒരു ദിവ്യമായ വംശത്തിൽ പിറന്നവനാവാം ഭഗവാൻ. അങ്ങ് എന്തോ കാര്യത്തിന് വേണ്ടി ഇവിടെ വന്ന് ജീവിക്കാതിരിക്കാമെന്നൊക്കെ സ്തുതിച്ചു. കൃഷ്ണനാകട്ടെ അവരെ സന്തോഷിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ ആരാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം? കേൾക്കണം, തീർച്ചയാണെങ്കിൽ കാലത്തെ കാത്തിരിക്കുവൻ. കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനു വന്നു, അഥവാ ഞാനെന്ത് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ അറിയാൻ താല്പര്യമുള്ള കുറച്ച് കാത്തിരിക്കൂ. കാലം കഴിയുമ്പോൾ അറിയാമെന്നർത്ഥം. കംസവധം മുതലായതൊക്കെ അവർക്ക് അനുഭവത്തിൽ വരുമല്ലോ. അതുകൊണ്ട് പിന്നെ കേൾക്കും നിങ്ങളെന്നെ തത്വമായി കണ്ടറിഞ്ഞിടും. എൻ്റെ യഥാർത്ഥമായ ചരിത്രങ്ങളും ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോകുന്നതൊക്കെ നിങ്ങൾ അനുഭവത്തിൽ അറിയല്ലോ. അതിലപ്പുറം ഈ പറഞ്ഞിട്ടിപ്പോൾ എന്താ വേണ്ടത്? നിങ്ങൾക്ക് ബാന്ധവന് ശ്ലാഘ്യൻ ഞാൻ ദേവപ്രഭനെങ്കിലോ. നിങ്ങൾ പറയും പോലെ ഞാൻ ആദരിക്കത്തക്ക ആളാണ്, പ്രശംസിക്കപ്പെടേണ്ട ആളാണ്, നിങ്ങൾക്ക് ബന്ധുവാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതിലപ്പുറം നിങ്ങൾക്കറിയാനുള്ളത് ഇതൊക്കെ തന്നെ അറിഞ്ഞാൽ മതി എന്നാണ്. അതായത് എൻ്റെ ജന്മരഹസ്യമൊന്നും ഭഗവാൻ അവിടെ വെളിപ്പെടുത്തിയില്ല. അതാ ചെയ്തത്. അറിഞ്ഞിട്ട് എന്തൊരാവശ്യം, ഇതെനിക്കൊരനുഗ്രഹം. നിങ്ങളുടെ പോഴ്സിനൊക്കെ വളരെ നന്നായി, അതിലപ്പുറം നിങ്ങൾ അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരു തൽക്കാലം സമാശ്വസിച്ചു. അതിനുശേഷമാണ് ഒരു ശരൽക്കാലത്തെ രാത്രികാലത്ത് സ്ത്രീകളോടൊത്ത് രമിക്കാൻ പുറപ്പെട്ടു എന്ന് പറയുകയാണ്. ഭാഗവത്തിലായിട്ട് ആദ്യം തന്നെ പറയുന്നത് ഭഗവാന്റെ ഒരു മായയാണ് ഈ രാസക്രീഡ എന്ന് പറയുന്നുണ്ട്. മായയെ ആശ്രയിച്ചിട്ടാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. യോഗമായി ആശ്രയിച്ചിട്ട് സ്ത്രീകളെ രസിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് രാസക്രീഡ. ഇവിടെ അതിനത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് പറഞ്ഞത്. ഇങ്ങനെ കുറേ വ്യത്യാസങ്ങൾ ഇവിടെ ഉണ്ട്. ഭാഗവത്തുള്ളത് വീക്ഷരന്തും മനശ്ചക്രേ യോഗമായാം ഉപാശ്രത. സ്ത്രീകളെ രമിപ്പിക്കാൻ നിശ്ചയിച്ചു, മനസ്സുകൊണ്ട് നിശ്ചയിച്ചു. എങ്ങനെയാണ്? യോഗമായാം ഉപാശ്രത. യോഗമായ കൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന്. ഇവിടെ അങ്ങനത്തെ നേരിട്ടുള്ള പ്രസ്താവനയൊന്നുമില്ല. ഇവിടെ പറയുന്നത് നല്ല ശരൺ നിശാകാലെ നിനച്ചുരുതി ചെയ്യുവാൻ. ആ ശരൽക്കാലത്ത് മേഘങ്ങളൊന്നും ഉണ്ടാവില്ല, ആകാശമൊക്കെ അവിടെ തണിഞ്ഞിരിക്കും, നിലാവ് ഒഴിയുന്നുണ്ടാവും. അങ്ങനെയുള്ള രാത്രിയിൽ ഒരിക്കൽ രതി ചെയ്യാനായിട്ട് നിശ്ചയിച്ചു എന്ന് പറയാൻ. അത് എന്തൊക്കെയാണ് ചെയ്തു തന്നിട്ട്? വളറിക്കരിയുള്ള ഒരാവൃതത്തെരുവിൽ വീര്യവാൻ ഗർഭമുള്ള കാളകളുടെ യുദ്ധമുണ്ടാക്കി. അങ്ങനെ ബലമേറും ഗോവരെയും പൊരുതിച്ചിതു വീര്യവാൻ. കാട്ടിൽ വീരൻ ഗോക്കളെയും ഗ്രഹിച്ചു ഗ്രാഹമാതിരി. ഇങ്ങനെ പല വിദ്യകളും ചെയ്തു. അതിനുശേഷം കാലജ്ഞൻ ഗോപയുവതിമാരെ കൂട്ടിയിട്ടു രാത്രിയിൽ കൈശോരത്തിന്മേലെ നിന്നു മോദിച്ചവരെ അവൻ. ആ ഗോപസ്ത്രീകളിലും രാത്രിയിൽ കൂട്ടിയിട്ട് അവരോടൊത്ത് മോദിച്ചു, സന്തോഷിച്ചു. വിശദാംശങ്ങളും അത്ര വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല. ഭാഗവതത്തിൽ അവരുടെ കാമചേഷ്ടകളും അവരെങ്ങനെ അനുരാഗവതികളായിരുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ ഭഗവാൻ തങ്ങൾക്ക് വശകനാണ് എന്ന് കണ്ടിട്ട് തങ്ങളാണ് ലോകത്തിലെ സ്ത്രീകളിൽ ഏറ്റവും ഭാഗ്യവതികളെന്ന് അഹങ്കാരം ഉണ്ടായി. ഭഗവാൻ അവിടുന്ന് മറഞ്ഞു കളഞ്ഞു. പിന്നെ ഭഗവാനെ കാണാതെ അവർ കൃഷ്ണാന്വേഷണ കാതരാന്നൊക്കെ കാണാം. അവരലിഞ്ഞ് നടന്നതും പിന്നീട് കൃഷ്ണൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടതും അവരുമായിട്ടുള്ള സംവാദവും ഇതൊക്കെ വേറെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതൊന്നും ഇല്ല എന്നർത്ഥം. അവൻ്റെ കാന്തംവദനൻ രാത്രികാന്ത ഗോപികൾ മന്നാണ്ട തിങ്കൾക്കൊത്തൊന്നു കണ്ണെറിഞ്ഞുള്ളിലാക്കിനാർ. ഹരിതാലം പോലെ മഞ്ഞ കൗശേയപ്പട്ടുടുത്തവൻ ഭദ്രവാസസായ കണ്ണനൊട്ടേറെ കാന്തനായിനാൻ. ഭഗവാനായിട്ട് ആ രാത്രിയിലൊക്കെ കുറച്ചുകൂടി കോമളനായിട്ടും കാന്തനായിട്ടും തോന്നി. അദ്ദേഹം അങ്കദക്കോപ്പിട്ട ചിത്രവനമാല അണിഞ്ഞവൻ. തോളവളുണ്ടായിരുന്നു, വനമാലുണ്ടായിരുന്നു. വിളങ്ങിക്കൊണ്ട് ഗോവിന്ദന കൂട്ടത്തെ വിളങ്ങിനാൻ. ദാമോദര പേർ വിളിച്ചു ഗോപകന്യകൾ അപ്പോഴേ ഘോഷത്തിൽ ചിത്രഹരിതം ആഭാസ്വം ചെയ്തു കണ്ടവർ. ഇങ്ങനെ എന്തൊക്കെയാണ് അവർ ചെയ്തത്? അവനെ കൊങ്കയേന്തുന്ന മാർവിടം കൊണ്ട് അമർത്തവർ. സ്തനഭാരങ്ങളെ കൊണ്ട് ഭഗവാനെ ചേർത്ത് പിടിച്ചിട്ട് അമർത്തി എന്നൊക്കെയാണ്. അപ്പോൾ ആ രതിചേഷ്ടകളൊക്കെ ചുരുക്കത്തിൽ പറഞ്ഞു. കണ്ണലയ്ക്കും ദുഃഖം കൊണ്ടു നോക്കിക്കൊണ്ടു വരങ്കികൾ പതി സോദര മാതാക്കൾ തടുത്തെന്നാലും ആയവർ. രതിപ്രിയൻ രാവിങ്കൽ തേടി ഗോപികൾ കണ്ണനെ. അത് ഭാഗവത്തിലുള്ളതാണ്.
ഭർത്തൃഭി പിതൃഭി എന്നൊക്കെ കാണാം അവിടെ. ഭർത്താക്കന്മാരും പിതാക്കളും സഹോദരന്മാരൊക്കെ രാത്രിയിൽ പോകുന്നതിനെ തടയാൻ ശ്രമിച്ചു. വാര്യമാണോപി എന്നൊക്കെയാണ് അവർ തടയപ്പെട്ടിട്ട് പോലും ഗോവസ്ഥകൾ അത്തരം നിഷേധങ്ങളെ മുഴുവൻ നിഷേധിച്ചുകൊണ്ടാണ് കൃഷ്ണൻ്റെ അടുത്തേക്ക് എത്തിയെന്ന് പറയുന്നുണ്ട്. ഇവിടെ അത് സൂചിപ്പിച്ചു. അവരെല്ലാം പന്തിയായി രമിച്ചത് മനോഹരം എന്നവർ. കണ്ണൻ്റെ കഥയും പാടി ഇണക്കൂടി ഗോപികൾ, കണ്ണൻ്റെ കളിയും കാട്ടി കണ്ണൽ കണ്ണു വെച്ചവർ, കണ്ണൻ്റെ നട പോലങ്ങു നടന്നു യുവനാരികൾ. അത് പലരും ശ്രീകൃഷ്ണൻ അനുകരിച്ചു. അനുകരണമാണല്ലോ ആരാധനയുടെ അങ്ങേയറ്റം. അവിടെ കൃഷ്ണൻ നടക്കുമ്പോൾ നടന്നു അതുപോലുള്ള നോട്ടമുണ്ട്. കണ്ണൻ്റെ ചരിതം കാട്ടിച്ചിരിച്ചു വ്രതനാരികൾ, അവൻ്റെ ആട്ടവും പാട്ടും കളിപുഞ്ചിരി നോട്ടവും രസിച്ചനുകരിച്ചങ്ങു ചരിച്ചു വ്രതനാരികൾ. ഭാവം തെറ്റാതെ മധുരം പാടിയ അവരനാരികൾ, വധസ്ത്രീകൾ സുഖം ചുറ്റി കർണനാലംബമായവർ. അപ്പോൾ വലിയ രാസനൃത്തമൊക്കെ ഉണ്ടായി. രാത്രിയിലാണെന്ന് ഓർമ്മിക്കണം. എന്നിട്ട് പറയുകയും ചെയ്തു ഭഗവാൻ ഭഗവാനെ രമിപ്പിച്ചവരെന്ന് അവിടെ പറയുന്നു. വരളിപ്പൊടിമേലേറ്റോർ വരിച്ചാലവർ കണ്ണനെ രമിപ്പിച്ചും അത്തകയത്തിനെ പിടികൾ പോലവേ. പിടിയാനകൾ കൊമ്പനാനയെ രസിപ്പിക്കുന്നത് പോലെ അവരുടെ വിലാസങ്ങളെ കൊണ്ട് കൃഷ്ണനെ രസിപ്പിച്ചു. ഇങ്ങനെ പലതും ചെയ്തു അവർ. മറ്റൊന്ന് നിൽക്കാതെ വിടരും കണ്ണാൽ പുഞ്ചിരി കൊണ്ടവർ, ഉള്ളിലാക്കി നിർത്തിയന്യേ കണ്ണനെ തന്മകാക്ഷികൾ. തൃഷ്ണയോടും ഗോപികൾ ആയവൻ്റെ മുഖപങ്കജം നിവർന്നു രത്യന്തരത്തിൽ രസം കൊണ്ടിട്ടു രാത്രിയിൽ. രതിക്കയുടെ അവസാനത്തിൽ മുഖക്കൊക്കെ രസിച്ചു എന്നൊക്കെയാണ് പറയും. അവരുടെ ഈ ഗോപത്തികളുടെ മുടിയൊക്കെ ആകട്ടെ രതി ചെയ്തിട്ട് കിഴിഞ്ഞവാന്നൊക്കെ, രതി ചെയ്തിട്ട് അഴിഞ്ഞവാ, മുടിക്കെട്ടുകളൊക്കെ അഴിഞ്ഞു, അതവരുടെ സ്തനഭാരങ്ങളിലൊക്കെ തൂങ്ങി എന്നൊക്കെ. ആ ഗോപികളുടെ കേശങ്ങൾ കൊങ്കയിൽ തൂങ്ങി ഭംഗിയിൽ. ഇങ്ങനെ കുറേ ദിവസം കഴിച്ചു. ഏവം ഗോപീയക്രമത്തു കണ്ണൻ മണ്ഡല മണ്ഡവൻ, സരൽത്തിങ്കളിലും രാത്രികളിൽ കൊണ്ടാടിനാൻ സുഖി. ഇതുപോലെ അവസാനിപ്പിച്ചു. പാകപ്പാടെ 35 ശ്ലോകമുള്ളതിൽ 10-12 ശ്ലോകങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ ഗോപന്മാർ കൃഷ്ണനെ അഭിനന്ദിച്ചൊക്കെയാണ്. അപ്പോൾ കുറഞ്ഞ ഒരു പിന്നെ ഭാഗത്ത് മാത്രമേ രാസക്രീഡ വർണ്ണിച്ചുള്ളൂ എന്ന് പറഞ്ഞു. ഭാഗവത്തിൽ അങ്ങനെ രാസക്രീഡ വിസ്തരിച്ച് വർണ്ണിച്ചു. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രോതാവായ പരീക്ഷത്ത് രാജാവിന് തന്നെ ഇതിനെപ്പറ്റി സംശയമുണ്ടായി. ഇങ്ങനെ അന്യൻ്റെ ഭാര്യയെ സ്പർശിക്കുകയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഭഗവാൻ? ധർമ്മം രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഭഗവാൻ അവതരിച്ചത്? അതുകൊണ്ട് പരതാരാഭിമർശനം മുതലായതൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നതും അതിന് ശ്രീശുഖ ബ്രഹ്മർഷി പറയുന്ന മറുപടിയൊക്കെ അവിടെ ഉണ്ട്. അവിടെ പറഞ്ഞത് ഭഗവാന്മാർ പലതും ചെയ്തു വരാം. ഈശ്വരന്മാർ സർവശക്തന്മാരാണ്. അവർക്ക് ഒരു ക്രിയ കൊണ്ടും ഒരു ബന്ധനം ഉണ്ടാവില്ല. അത് കണ്ടിട്ട് അജ്ഞരായ ആളുകൾ ഭഗവാൻ അനുകരിക്കാൻ പോലും അതുകൊണ്ട് അനുകരിക്കാൻ സാധ്യമല്ല. സജ്ജനങ്ങളായ ആളുകൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാൻ എന്ത് ഉപദേശിച്ചോ അത് ചെയ്യൂ എന്നൊക്കെ ഭാഗവത്തിൽ ഉപദേശമുണ്ട്. ഇവിടെ അങ്ങനെ താത്വികമായ ന്യായീകരണങ്ങളോ രാസക്രീഡയെ രാസക്രീഡ കേട്ട് കഴിഞ്ഞാൽ ഹൃദ്രോഗം മുതലായതൊക്കെ ഇല്ലാതാവും, അത് സദ്ഫലങ്ങൾ വാക്കുന്നൊക്കെയുള്ള ഫലശ്രുതി ഒക്കെ ഭാഗവത്തിലുണ്ട്. ഇവിടെ അങ്ങനെ ഒരു പരാമർശമില്ല. ഇങ്ങനെ ചെറിയൊരു അധ്യായം കൊണ്ടത് കഴിഞ്ഞു. അതിനുശേഷം വൃഷഭാസുരൻ്റെ വധ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പൂതന, ശകടാസൻ മുതലായ പലരെയും കംസൻ കൃഷ്ണവധത്തിനായി അയക്കുന്നുണ്ട്. അതിലൊരു കേമനാണ് ഈ വൃഷഭാസുരൻ. വൃഷഭത്തെ കാളാന്നർത്ഥം. വലിയ കാളയുടെ വേഷത്തിൽ വന്നുകൊണ്ടാണ് ആൾ അരിഷ്ടനാണെന്ന് പറയുന്നുണ്ട്. അരിഷ്ടൻ എന്നാണ് ആസൻ്റെ പേര്. ആൾ വലിയൊരു കൂറ്റൻ കാളയുടെ രൂപത്തിൽ ഗോകുലത്തിലേക്ക് വന്ന് മുക്കറയിട്ടും കൊണ്ടും വാലൊക്കെ പിടിച്ച് എല്ലാ ദിക്കിലും ചെലമാന്തിക്കൊണ്ട് നടന്നു. സ്ത്രീകളൊക്കെ ഭയന്നു ഒക്കെ പറയാൻ. ആ വൃഷഭാസുരനെ ഭഗവാൻ വധിച്ചു. അതാണ് അത്ഭുതകർമ്മമായിട്ട് 21-ാമത്തെ അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. പ്രദോഷാർത്ഥത്തിലൊരു നാൾ കണ്ണൻ ഗതി തുടങ്ങവേ ഗോഷ്ടം ത്രസിപ്പിച്ച് അരിഷ്ടനെ എത്തിക്കാണായി ദുർമകൻ. തടുക്കാൻ പ്രയാസമുള്ള മതത്തോടു കൂടിയവനായ വേറൊരാൾക്ക് പെട്ടെന്നൊന്നും ഒതുക്കി നിർത്താൻ കഴിയാത്ത ഈ അരിഷ്ടൻ വൃഷഭത്തിൻ്റെ വേഷത്തിൽ വന്നിട്ട് എങ്ങനെയുള്ളവനാണ്? കരിക്കട്ടക്കാ നിറമായി കൊമ്പ് കൂർത്ത അർക്കലോചനൻ, സൂര്യ പോലെ തിളങ്ങുന്ന കണ്ണുകളായിരുന്നു. കത്തിക്കൊക്കും കുളമ്പുള്ളോൻ കാലാഭൻ കാലസന്നിഭൻ ഒക്കെ അങ്ങനെ കുളമ്പൊക്കെ കത്തി പോലെ മൂർത്തിയുള്ളതായിരുന്നു. അങ്ങനത്തെ വിദ്വാൻ. നാവ് കൊണ്ട് രസിച്ചുണ്ടു വീണ്ടുമേ നക്കിടുന്നവൻ, ഓർത്തായിട്ട് നക്കിക്കൊണ്ടിരിക്കുന്ന ചീറി
വാലിട്ടുലയ്ക്കുന്നവൻ കഠിന സ്കന്ധബന്ധനൻ, പഞ്ഞിക്കെട്ടുന്തി നിൽക്കുന്നവൻ വായ്പിനാൽ ദുരതിക്രമൻ, മലമൂത്രങ്ങ വേലാണ്ടവൻ പൈക്കൽക്കേറ്റം ഭയങ്കരൻ. ചാണകമൂത്രമൊക്കെ മേലൊക്കെ പറ്റിയിട്ട് അങ്ങനത്തെ ഇതിനാൽ പശുക്കൾ സ്ത്രീവർഗത്തിൽപ്പെടുന്നതാണല്ലോ, അവരൊക്കെ ഭയപ്പെടുന്നവനായിരുന്നു. അങ്ങനെ മുക്കറയിട്ടുകൊണ്ട് ഓരോരുത്തവനും ഭയപ്പെട്ടു കൊണ്ട് നടന്നതാണ്. അരവാച്ചോൻ മുഖം തീർത്തോൻ മുട്ടുരച്ചോൻ മഹോദരൻ, കൊമ്പുലച്ച് നടക്കുന്നവൻ കഴുത്തിൽ താട തൂങ്ങിയവൻ ഒക്കെയാണ് അയാളുടെ വർണ്ണനകൾ. അങ്ങനെയുള്ള ആ വിദ്വാൻ ഗോക്കൾക്കരിഷ്ടമായുള്ളവൻ അരിഷ്ടൻ ദാരുണാകൃതി, കാളയായ അസുരൻ ഗോഷ്ഠം തോറും പാഞ്ഞുകരേറിനാൻ. ഇവിടുത്തെ പശുക്കളെ കെട്ടുന്ന സ്ഥലങ്ങൾ ആലകളിലൊക്കെ അത് നടന്നു. ഒരിക്കൽ ആ കാളയങ്ങോ കേശവനുടെ മുൻപിലായി. ആൾ എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എന്നുള്ള മട്ടിൽ അഹങ്കാരത്തോട് കൂടിയിട്ട് പാഞ്ഞു നടക്കുന്ന ഈ കാള ഒരിക്കൽ ഭഗവാന്റെ മുമ്പിൽ എത്തിപ്പെട്ടു. ഇത്രകാലം തന്നെ കണ്ണനരികത്തുള്ള വൈക്കൊളെ ത്രസിപ്പിച്ച് ദുർബുദ്ധി കാലൻ്റെ വശമാണ്ടവൻ. പലപ്പോഴും പശുക്കളൊക്കെ ഭയപ്പെടുത്തിയവനാണ്. ആ കാള കണ്ണനെ കണ്ടു കണ്ണും വാലും സ്ഫുരിച്ചവൻ, കൈകൊട്ടലാൽ ചൊടിപ്പിച്ചോൻ ആർത്തനേറ്റു പോരിനൂന്നിയോൻ. അവനായിട്ട് കൈകൊട്ടിയിട്ട് അതിനെ വെല്ലുവിളിക്കുന്നവർ അതിനെ പ്രചോദിപ്പിച്ചു അഥവാ അതിനെ പ്രകോപിപ്പിച്ചു. അപ്പോൾ അത് കുത്താതൊക്കെ അടുത്തേക്ക് വന്നു. ഭഗവാനാകട്ടെ അവിടുന്ന് മാറിയില്ല കണ്ണൻ കുന്നു കണക്കിനെ. ഒരു മലയാളം നിൽക്കുന്ന പോലെ സ്ഥൈര്യമായിട്ട് ആ കാള കുത്തി തവർത്താതൊക്കെ വരുന്ന കാളൻ്റെ മുമ്പിൽ നിന്നു. പിന്നെ ആ കാള കണ്ണ് വെച്ചിട്ട് വരെ ഓങ്ങിയോൻ, കണ്ണനെ കൊല്ലുവാനോ നീ പാഞ്ഞു കയറിയിടിനാനുടൻ, ആ ദുദ്ധരൻ പാഞ്ഞണയെ ചുണ്ടിന്മേൽ പിടികൂടിനാൻ, വൃഷത്തിനെ പ്രതിവൃഷം പോലെ അഞ്ജന നിഭൻ ഹരി. അഞ്ജനകുളം പോലെ നിൽക്കുന്നതായ കൃഷ്ണൻ ഓടി വരുന്ന ആ കാളയെ അതൊക്കെ അവിടെ നിന്നു. എന്നിട്ട് അതിൻ്റെ കൊമ്പുകൾക്കിടയിലായിട്ട് ചവിട്ടി നോക്കിയാണ് വായിൽ നിന്ന്. അപ്പോൾ മഹാവൃഷം പോലെ കണ്ണൻ എതിർത്തേറ്റ മഹാവൃഷം വായിൽ നിന്നും മൂക്കിൽ നിന്നും ചീറ്റിയിട്ട് മുര തൂകിനാൻ. കണ്ണനും കാളയും തമ്മിൽ പോരിന് പിടികൂടിയോർ, വർഷകാലത്ത് ഇടവിടും കാറുകൾ പോലെ വിളങ്ങിനാർ. വലിയ രണ്ട് മഴമേഘങ്ങൾ കാർമേഘങ്ങൾ ഏറ്റുമുട്ടുന്ന പോലെ ഏറ്റുമുട്ടി നോക്കിയാണ്. അതിലേക്ക് ഭഗവാൻ എന്ത് ചെയ്തു, അടുത്തേക്ക് അത് വന്നപ്പോൾ രണ്ട് കൊമ്പുകളുടെയും നടുക്കായിട്ട് വലിയ കൊമ്പുകൾക്കിടയിൽ ചവിട്ടിയിട്ട് ആ ഒരു ഇടത്തെ കൊമ്പ് പറിച്ചെടുത്തു എന്നാണ്. വളരെ ലാഘവമായിട്ടാണ് ഭഗവാൻ ഇത് ചെയ്തത്. എന്നിട്ട് യമദണ്ഡം പോലെയുള്ള ഇടംകൊമ്പ് പറിച്ചുടൻ അവൻ്റെ വായിലായി കുത്തി ചത്തു കുത്തേറ്റമേറ്റവൻ. അതിൽ തന്നെ കൊമ്പ് പറിച്ചെടുത്തിട്ട് ആ വളരെയധികം കൂർത്തായ ഈ കൊമ്പ് ആ കാളയുടെ വായിലേക്കനെ കുത്തി, പല പ്രാവശ്യം കുത്തി. അത് കൊമ്പൊടിഞ്ഞും വായു വിളർന്നും ചുമലാനും മഹാസുരൻ ചോരകക്കി താഴെ വീണു നിവരോരും കാർകണക്കിനെ. മഴമേഘങ്ങളിൽ വെള്ളം ഉണ്ടാവില്ല, അതേപോലെ വായിൽ നിന്ന് ചോര വന്നു, വലിയ മേഘം പോലുള്ളതായ അസുരൻ താഴെ വീണു. ഇങ്ങനെയാണ് വൃഷഭാസുരനെ കൊന്നത്. അരിഷ്ടാസുരൻ എന്നും പറയാം. ആൾക്ക് അരിഷ്ടൻ തന്നെ ആക്കി തീർത്തു എന്നൊക്കെ രസകരമായിട്ട് നാരായണത്തിൽ ആ രീതിയിലുള്ള വർണ്ണനയാണ്. അരിഷ്ടാസുരനാണ് വൃഷഭമായിട്ട് വന്ന് ഭഗവാൻ അതിനെ ഇടിച്ചിട്ട് അരിഷ്ടം തന്നെ ആക്കിയതാണ്. ഇതൊക്കെ 25 ശ്ലോകം കൊണ്ട് പറഞ്ഞു. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സന്തോഷമായി, ദേവന്മാരൊക്കെ സന്തോഷിച്ചു എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. പിന്നീട് പറയുന്നത് അക്രൂര പ്രസ്ഥാനം എന്നുള്ള ഭാഗത്ത് 22-ാമത്തെ അധ്യായത്തിലെ അക്രൂരനെ അയക്കാൻ നോക്കുകയാണ്. ഇനി കംസവധത്തോടെ എടുക്കുകയാണ്. അപ്പോൾ കംസൻ എന്ത് ചെയ്തു, പലരും പറഞ്ഞിട്ടറിഞ്ഞു, നാരദനൊക്കെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഈ രാമകൃഷ്ണന്മാർ യഥാർത്ഥത്തിൽ ഗോകുലത്തിലുള്ളവരെല്ലാം മധുരയിൽ ജനിച്ചവരാണ്, വസുദേവൻ്റെ മക്കളാണ്, അവർ രഹസ്യമായിട്ട് അവിടെ വളരുകയാണെന്നൊക്കെ മനസ്സിലാക്കി ഒരിക്കൽ തൻ്റെ മന്ത്രിമാരെയും മറ്റുള്ള ആളുകളെ അതേപോലെ യാദവന്മാർ വൃദ്ധന്മാർ യോഗ്യന്മാരെ ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് വലിയൊരു യോഗത്തിൽ വെച്ച് കംസൻ തൻ്റെ ഭാവി പരിപാടികളൊക്കെ വിശദമാക്കുകയാണ്. അതാണ് പിന്നത്തെ അധ്യായത്തിൽ നമ്മൾ കാണാം. എന്തൊക്കെയാണ് ചെയ്തത്, ഇതൊക്കെ കേട്ടു അയാൾ. അതായത് പ്രളംബനെ വധിച്ചു കഴിഞ്ഞു, അരിഷ്ടനെ വധിച്ചു, ഭൂതന കൊല്ലപ്പെട്ടു ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവരൊക്കെ ഇവരാരും കംസൻ്റെ അനുയായികളായിട്ട് കൃഷ്ണനെ കൊല്ലാനായിട്ട് പോയവരാണ്. പക്ഷെ ആരും തിരിച്ചു വന്നില്ല. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അപ്പാടെ ക്രോധവും ഒക്കെ ഉണ്ടായി.
ഇതൊക്കെയാണ് ആദ്യത്തിലാണോ വിസ്തരിച്ച് പറയുന്നത്. അരിഷ്ടവൃഷനെ കൊൽകെ കോപന്മാർ മോദമേൽക്കവേ, മഹാഭയൻ തൻ്റെ നാശം വന്നെടുത്തെന്നു കാൺകവേ, വൃക്ഷങ്ങളെയും കർഷിക്കേ ശകടത്തെയും അങ്ങനെ അചിന്ത്യകർമ്മം കേട്ടിട്ടു ശത്രുക്കൾ വളരുമ്പോഴേ, തനിക്കരിഷ്ടം വന്നെന്നും മൂർത്താനാ മധുരേശ്വരൻ. അപ്പോൾ തനിക്ക് അനിഷ്ടങ്ങളാണ് വന്നു കൊടുക്കുന്നത്, തനിക്കൊക്കെ ദുരിത കാലമാണ്, തൻ്റെ ആളിൽ പരാജയപ്പെടുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അനവധി ആൾക്കാർ ജ്ഞാതികളെ ബന്ധുക്കളൊക്കെ വിളിച്ചു വരുത്തുന്ന ഉഗ്രശാസ്യൻ ജ്ഞാതികളെ വരുത്തിയിട്ട് അച്ഛനായ ഉഗ്രസേനെ വരുത്തി. ഉഗ്രസേൻ്റെ മകനാണല്ലോ കംസൻ. അവരൊക്കെ ഒരു സദസ്സ് പോലെ വിളിച്ചു കൂട്ടിയിട്ട് മധുരാപുരി നിശബ്ദമാകും രാത്രി മന്നവൻ വിളിക്കുകയാണ്. കുറേ ആൾക്കാരെ പേര് പറയുന്നുണ്ട്. സത്യകൻ, ദാരുകൻ, കങ്കാനുജന എന്നിവരെയുമേ ഭോജനം വൈതരണനെ, ശക്തിയേറും വികദ്രുവേ പൃഥുശ്രീയെ വിമൃധുവേ ധർമ്മജ്ഞൻ ഭയശങ്കനെ ബഭ്രുവാൻ ദാനമതിയെ കൃതവർമാവിനെയുമേ. ഇതൊക്കെ യാദവന്മാരിൽ പ്രമുഖന്മാരായിട്ടുള്ള ആളുകളാണ്. ഇവരൊക്കെ വിളിച്ചു വരുത്തി. അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് കംസൻ ചെയ്യുന്നൊരു സാമാന്യം ദീർഘമായൊരു പ്രഭാഷണമാണ്. തൻ്റെ ശത്രുക്കളായിട്ട് ഈ കുട്ടികളിനെ വളർന്നു വരികയാണ്. വാസുദേവൻ്റെ മക്കളാണ് ഞാൻ അറിയുന്നുണ്ട്. വാസുദേവൻ വലിയ ചതിയാണ് ചെയ്തത്. ഈ മധുരയിൽ താമസിക്കുകയും എൻ്റെ ഭോജ്യങ്ങളൊക്കെ അനുഭവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് എനിക്ക് നാശം ഉണ്ടാക്കാൻ ഗൂഢാലോചന നടത്തിയ ആളാണ്. ഏതായാലും ഇവിടെ ഒരു ധനുർയാഗം എന്ന പേരിൽ വില്ല് പൂജിക്കുന്ന വലിയൊരു യാഗം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഈ നന്ദഗോപരെയും കുട്ടികളൊക്കെ ക്ഷണിക്കണം. പാലും മോരും തൈരും ഒക്കെ കൊണ്ടുവരാൻ പറയണം. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും കൗശലം ഉപയോഗിച്ചിട്ട് അവരെ കൊന്നു കളയാം എന്നാണ് കംസൻ്റെ പ്രതീക്ഷ. അപ്പം അതിനു വേണ്ടിയിട്ട് അക്രൂരനെ അയക്കാമെന്ന് പറയുന്ന ഭാഗമാണിത്. അക്രൂരൻ അവരെ പോയി ക്ഷണിച്ചു കൊണ്ടുവരട്ടെ എന്ന് പറയാൻ വിസ്തരിച്ച് പറയുന്നുണ്ട് അയാൾ. എല്ലാ ശ്ലോകമൊന്നും ചെല്ലേണ്ട കാര്യമില്ല. ഇതാ വ്രജത്തിൽ കൃഷ്ണാഖ്യർ നന്ദഗോപകുമാരകൻ വളരും കാർ പോലെ നമ്മൾക്കുള്ള മൂലമറുക്കയാം. നമ്മൾ അടിസ്ഥാനം ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഈ കുട്ടികളെന്നാണ്. നന്ദഗോപൻ്റെ മക്കൾ എന്നുള്ള പോലെ അവിടെ രണ്ടാൾ വളരുന്നുണ്ട്. അമാത്യഹീനനായി ശൂന്യൻ ചാരാന്തൻ ഞാൻ ഇന്നമേ, ഇത്ര കാലമായിട്ട് ഞാനിതൊന്നും വേണ്ട പോലെ അങ്ങ് മനസ്സിലാക്കിയില്ല എന്നാണ്. ചാരാന്ധനാണെന്നാണ് കംസൻ പറയുന്നത്. അത് രാജാക്കന്മാർക്ക് കണ്ണുകൾ ചാരന്മാരാണ് എന്ന് ഈ ധർമ്മശാസ്ത്രങ്ങളൊക്കെ പറയും. രാജാവിനിപ്പോൾ എല്ലാ ദിക്കിലും പോയിട്ട് കാര്യം അറിയാൻ സാധിക്കില്ല. അപ്പോൾ ചാരന്മാർ രാജാവിൻ്റെ കണ്ണുകളാണ്. ഞാനാകട്ടെ ചാരന്മാരാകുന്ന കണ്ണില്ലാത്തവനായിപ്പോയി എന്നാണ്. അങ്ങനത്തെ ഞാൻ ആത്യഹീനനായി വേണ്ട പോലെ ഉപദേശിക്കാനുള്ള മന്ത്രിമാരിലുണ്ടായി. ഇളിച്ചിടും വ്യാധി പോലെ വളരും കാറ് പോലെയും ഞാൻ അറിഞ്ഞില്ല അവനുടെ ഗതിയോഗം പരാക്രമം. അപ്പോൾ ഓരോരോ അസുരന്മാരും കൊല്ലപ്പെട്ട് ഇത്രയധികം ഭീകരമായ അവസ്ഥയിലെത്തുമ്പോൾ ഞാൻ അറിഞ്ഞുള്ളൂ എന്നർത്ഥം. അതുകൊണ്ട് എനിക്ക് ആപത്തുണ്ടാക്കുന്നവരായ ആ കുട്ടികളെ ഇവിടെ കൊണ്ടുവരിച്ചിട്ട് കൊല്ലണം എന്നാണ്. ആ വിശദമായിട്ട് പറയുന്നില്ല. പൂതന പെൺപക്ഷിയെ അവ കൊന്നു പരം മുല കുടിച്ചിട്ടു ദുരാസതേ തിന്നാൻ. ഈ കുട്ടിയുടെ പരാക്രമങ്ങളൊക്കെ നിങ്ങൾ അറിയല്ലോ, എന്നാലും ഞാൻ സൂചിപ്പിക്കാമെന്നോട്ട് പറയാൻ. പിന്നെ ഇന്ദ്രനുള്ള ഉത്സവം മുടക്കി. ഇന്ദ്രൻ്റെ മഴ പെയ്ച്ചിട്ട് ഗോകുലത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഗോവർദ്ധനം എടുത്തു പൊക്കിയിട്ട് ഇന്ദ്രനെ പരാജയപ്പെടുത്തി. അരിഷ്ടനെ കൊന്നു ശക്തൻ വ്രജത്തിൽ കൊമ്പൊടിച്ചു പോൽ അരിഷ്ടാസുരനെ വധിച്ചു. ഇതൊക്കെ ഇപ്പം എനിക്ക് മനസ്സിലായിന്ന അടുത്തിരിക്കുന്നു ഭയം ആ കേശിക്കും എനിക്കുമേ. ഈ കേശിനെയും കൊല്ലാൻ പോകുന്നില്ല, നീ അടുത്ത് പറയൂത്. കേശി കുതിരയുടെ രൂപത്തിലാണ് പോയത്. അപ്പോൾ എനിക്കും കേശിക്കൊക്കെ വളരെ ഭയമുണ്ട്. അതുകൊണ്ട് ഞാൻ ആപ്പാളെ വിഷമിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ വാമനാൽ എന്നിട്ട് പഴയ കഥകളൊക്കെ പറയാൻ ഞാൻ പുരാണങ്ങളിൽ കേട്ടിട്ടുണ്ട്. ഇത് വിഷ്ണുവിൻ്റെ അംശം തന്നെയായിരിക്കാം. വിഷ്ണുവിനെ പറ്റി ധാരാളം ഐതിഹ്യങ്ങളിൽ വിഷ്ണു വാമനായിട്ടും നരസിംഹമായിട്ടും കാർത്തികരാജനെക്കൊല്ലാം പരശുരാമനായിട്ടൊക്കെ വന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അചിന്ത്യ രൂപമായിട്ടാ ശ്വേതശൈലശിരസ്സരായി ഉന്നം ത്രിപുര വിദ്വേഷി രുദ്രനായി തീർത്തു ദൈത്യരെ. ത്രിപുരന്മാർ ദഹിപ്പിച്ച കഥകളൊക്കെ ഓർമ്മിക്കുകയാണ്. അതിലൊക്കെ സഹായമായിരുന്നത് ഈ വിഷ്ണുവാണ്. വരാഹാകൃതി കൊണ്ട് ആഴി ഉയർത്തിനൻ. വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നതായ ഭൂമിയെ വരാഹരൂപത്തിൽ വന്നിട്ട് പണ്ട് തേറ്റയിലൊക്കെ ആയിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന ഈ വിഷ്ണുവാണ്. അതൊക്കെ കുറേ ശ്ലോകങ്ങളിൽ ആ കഥയൊക്കെ പറയാൻ. ഇതൊക്കെ ഇപ്പോൾ ഈ സദസ്സിലെ ആൾക്ക് അറിയാത്തതായിരിക്കില്ല. കംസനൊക്കെ പറയാൻ അങ്ങനെയുള്ള ആളാണ് ഈ വിഷ്ണു. അവിടെ മായാവിയാണ്. വിഷ്ണു മായാവിനാം വരാമെന്നൊക്കെ പല ദിക്കിലും കാണാം. എന്നിട്ട് യഥാർത്ഥത്തിൽ
ഇങ്ങനെ ഈ ഒരു ശത്രുവെ വളർത്തിക്കൊണ്ടുവരാനും ഇങ്ങനെയൊക്കെ ഒരു വരാനും കാരണം ഈ വസുദേവനാണ്. ആൾ തൻ്റെ മകൻ ഒളിച്ചു കിടത്തി ഗോകുലത്തിലേക്ക്. എന്നിട്ട് അവിടെ നിന്ന് ഒരു പെൺകുട്ടി എടുത്ത് ഇവിടെ കൊണ്ട് കിടത്തി. ഇതൊന്നും എനിക്കന്ന് മനസ്സിലായില്ല എന്നാണ്. വസുദേവൻ്റെ മേലിങ്ങുണ്ടെനിക്ക് ഊന്നിയ സംശയം, ഇവൻ്റെ ബുദ്ധി വൈശിഷ്ട്യം മൂലം പേടിച്ചിരിപ്പുമാൻ. വളരെ സമർത്ഥനായ ആളാണ് ഈ വസുദേവർ. എനിക്കതിനെപ്പറ്റി പേടിയുണ്ട്. ഞാൻ നാരദനോട് ചോദിച്ചപ്പോൾ നാരദൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, കംസ നിൻ്റെ അസുരനായിട്ട് നിൻ്റെ ഘാതകനായിട്ടൊരാൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ കാരണം അന്ന് തന്നെ കൊല്ലാമായിരുന്നു. പക്ഷേ ഈ വസുദേവരെ കുട്ടിയെ മാറ്റിക്കളഞ്ഞു. രാത്രി കൈമാറി ഈ രണ്ടു ഗർഭമൊന്നിൻ വധത്തിനായി ഒക്കെ എന്നോട് നാരദൻ പറഞ്ഞിട്ടുണ്ടായി. വസുദേവൻ മിത്രരൂപ ശത്രു സന്ധി കഴിച്ചവൻ. ഇവൻ ബന്ധുവെ പോലെ നമ്മളെ യാദവന്മാരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഈ വസുദേവർ. ശൂരസേനൻ്റെ മകനാണ്. അങ്ങനെയുള്ള വിദ്വാൻ മിത്രരൂപത്തിലാണെങ്കിലും ശത്രുവാൻ. നമ്മുടെ ബന്ധു എന്നുള്ള ഭാഗത്തിലൂടെ ഇരിക്കുന്നില്ലെങ്കിലും ശത്രുവാൻ. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? യശോദ പ്രസവിച്ചതായ പെൺകുട്ടിയെ തൻ്റെ ശയനാഗാരത്തിൽ കൊണ്ട് കിടത്തിയിട്ട് തൻ്റെ മകനെ അവൾ മാറ്റിയൊന്നും അറിയാതിരുന്നു. ഞാൻ ആ പെൺകുട്ടിയെ കൊല്ലാൻ നോക്കി, സാധിച്ചതുമില്ല. ആ കുട്ടിയാകട്ടെ സാക്ഷാൽ ദേവിയായിട്ട് ചാമരൻ ദിവ്യഭൃങ്കാരം കണ്ണാടി വരുന്നിടം അസംഖ്യം ദേവതൂര്യങ്ങളാർത്തവും മാറ്റയുള്ളിടം സ്വതേജസ്സാലവൾ കണ്ടു വിന്ധ്യത്തിൽ തീർത്ഥവാർപ്പിടം. വിന്ധ്യപർവ്വത്തിൽ വെച്ചിട്ട് അസുരന്മാരൊക്കെ കൊന്നുകൊണ്ട് ആ ദേവി വിളങ്ങുന്നുണ്ട്. ദേവിയോട്ട് വധിക്കാൻ സാധിച്ചുമില്ല. ഇതൊക്കെ പറഞ്ഞ് കുറച്ച് വിസ്തരിച്ചാണ് പറഞ്ഞത്. അത് വസുദേവരോട് എന്നുള്ള പോലെ സദസ്സിൽ പറയുകയാണ്, വസുദേവ കലത്തിനു വിരോധിച്ചില്ല നിൽപ്പു നീ. ഈ വിദ്വേഷത്തിനാണല്ലോ നീ പുറപ്പെടുന്നത്. വസുദേവ നീ ചെയ്ത് ശരിയായില്ല. അമർഷി വൈരശീലൻ നീ, പാപബുദ്ധി സദാ ഷഠൻ മൂഢ കൊള്ളാം യദുകുല ശോച്യമാക്കി ചമച്ചു നീ. യദുകുലത്തിനെ ഇങ്ങനെ അപമാനിക്കുന്ന പോലെ ആയി തീർന്നല്ലോ. നീ പ്രായം കൊണ്ട് വളരെ ഉന്നതനായിരിക്കുന്നതാണ്, ഞങ്ങളെക്കാൾക്ക് മേലാന്നർത്ഥം. പക്ഷേ നീ വൃദ്ധനാന്ന് പറയാൻ പറ്റില്ല. വൃദ്ധൻ എന്ന് പറഞ്ഞാൽ വെറുതെ പ്രായം അറിയുകൊണ്ട് വൃദ്ധനാന്ന് പറയാൻ കഴിയില്ല. അതിന് വെച്ചിട്ടുള്ള ബുദ്ധിശക്തി സംസ്കാരം ശീലമൊക്കെ ഉണ്ടാവണ്ടേ? അതൊന്നും നിനക്കില്ലല്ലോ എന്നൊക്കെയാണ്. നല്ല പ്രസംഗമാണ് അദ്ദേഹം ചെയ്തത്. വെളുത്ത മുടിയായി നൂറ്റാണ്ടിരുന്നാൽ വൃദ്ധനല്ലവൻ, ബുദ്ധിക്ക് പാകമാർക്കായാൽ വൃദ്ധനാകുന്നു മർത്യരിൽ. ബുദ്ധിക്ക് പാകത വരുമ്പോഴാണ് ഒരാൾ വൃദ്ധനാണെന്ന് പറയാൻ പറ്റുള്ളൂ. നീ ആരല്ല, വൃദ്ധനല്ല. പരം തലനരച്ചാലും വൃദ്ധനായി വരില്ല അവൻ. തലനരച്ചുകൊണ്ട് ഒരാളെ വൃദ്ധനാണെന്നുകൊണ്ട് ബഹുമാനിക്കാൻ കഴിയില്ല എന്നാണ്. വൃദ്ധന്മാരെ ആദരണീയരാണ്. പക്ഷേ നിൻ്റെ സ്വഭാവം നോക്കിയാൽ നീ എന്താണ്, പാകത വരാത്തവനാണ്, അല്പബുദ്ധിയാണ്. അങ്ങനത്തെ നിന്നെ ബഹുമാനിക്കാൻ കുറച്ച് വിഷമമെന്നർത്ഥം. ഇതൊക്കെ കേട്ടു എന്നല്ലാതെ വസുദേവ ഒരു അക്ഷരം പറഞ്ഞില്ല. ഏതായാലും നീ എന്ത് വിചാരിക്കുന്നു? വസുദേവനോടായിട്ട് പറയാണ്, കംസനെ കൊന്നിട്ട് എൻ്റെ മകൻ മധുരാരാജ്യം ഭരിക്കുന്നൊക്കെ നീ വിചാരിക്കുന്നു. അതൊന്നും സാധിക്കാൻ പോകുന്നില്ല. നമുക്കെന്ത് ചെയ്യണം? നീ എൻ്റെ പിതൃവ്യൻ്റെ മകളെ വിവാഹം കഴിച്ചാളാണ്. പിന്നെ ദേവകിയെ വിവാഹം കഴിച്ചല്ലോ. ദേവകൻ്റെ മകളാണ് ദേവകി. ആ ദേവകൻ കംസൻ്റെ അച്ഛൻ്റെ അനുജനാണ്. അപ്പോൾ പിതൃവ്യനായിരിക്കുന്ന ആ ദേവകൻ്റെ മകളെ വിവാഹം കഴിച്ച ആളാണ് നീ. അതുകൊണ്ട് നമ്മൾ ബന്ധുക്കളാണ്. നമ്മളോട് തന്നെ അതൊക്കെ ക്ഷമിക്കുന്നതാണ്. എന്നാൽ ഞാൻ നിനക്ക് നിൻ്റെ ഉദ്ദേശങ്ങളോ നിൻ്റെ ലക്ഷ്യങ്ങളൊന്നും സഫലീകരിക്കാൻ കൂട്ടു നിൽക്കില്ല. ഞാൻ ആ കുട്ടികളെ കൊല്ലുമെന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. ചാക്കോ നമുക്ക് ജയമോ വസുദേവൻ്റെ തുറന്നയാൽ. ചാക്കിച്ച മരണം. എനിക്ക് മരണമാണോ ഉണ്ടാവുക ജയമാണോ ഉണ്ടാവുക ഈ വസുദേവൻ്റെ പ്രവൃത്തി കൊണ്ട് നീ കണ്ടറിയാം. ഏതായാലും ഇപ്പം എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഈ അക്രൂരനും സദസ്സിലുണ്ട്. അക്രൂരനെ ഉണ്ട് പറഞ്ഞു. അക്രൂരൻ അമ്പാടിയിൽ പോയിട്ട് ഗോകുലത്തിൽ പോയിട്ട് ആ കൃഷ്ണനെയും രാമനെയും ഇവിടെ ഒരു ധനുര്യാഗം നടക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ക്ഷണിക്കൂ. ധനുര്യാഗം നടത്തുന്നു രാജാവ് സുഖിയായവൻ, അടുത്തുള്ള വനത്തിങ്കൽ സുഖം വാഴട്ടയായവർ. അവരൊക്കെ ക്ഷണിച്ചുകൊണ്ടുവരും. ക്ഷണിച്ചു വന്നവർക്കെല്ലാം പരം അവ്യയമാം വിധം പാലും നെയ്യും തൈരും ഔവണ്ണം മോരും യഥേഷ്ടമേ കൊടുപ്പാനും കറികളിൽ കൂട്ടുവാനും അതേ വിധം അക്രൂര ചിലക്ക് അവനെ നീ വരുത്തുക അമാജ്ഞയാൽ. ഞാൻ ആജ്ഞാപിക്കുകയാണ് ആ കുട്ടികളെയും നന്ദഗോരൊക്കെ ഇവിടുന്ന് ക്ഷണിച്ചു കൊണ്ടുവരണം. ക്ഷണിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ സൗകര്യത്തിൽ അവരെ കൊല്ലിക്കാന്നാണ് ഭാഗവത്തിലൊക്കെ സൂചിപ്പിക്കുന്നുമുണ്ട്. കുവലയാപീഠം തുറന്ന് ആനയെ കൊണ്ട് ചവിട്ടിച്ച് കൊല്ലിക്കാം, അല്ലെങ്കിൽ ഇവിടെയുള്ള മല്ലയുദ്ധക്കാരായിട്ട് യുദ്ധം ചെയ്യിച്ചിട്ട് അവരെ വധിക്കാം. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം. ഇതൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. യഥാകാലം വന്നിടായി എനിക്കായവർ വധ്യരാം. ഇനി നമ്മൾ ഇന്ന് ക്ഷണിച്ചു ധന്യരാഗത്തിൽ വരണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പഞ്ചത്തിലെ ഈ കുട്ടികളെ കൊല്ലിക്കാമെന്നാണല്ലോ വിചാരം. ഇനി അഥവാ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ക്ഷണത്തെ നിരസിക്കുകയാണെങ്കിൽ
ആ കാരണം പറഞ്ഞിട്ട് കൊല്ലാന്നാണ്. രാജാജ്ഞയാണല്ലോ, ഞാൻ മധുരയുടെ രാജാവായിരിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള എൻ്റെ ആജ്ഞ അവർ വിഗണിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് തന്നെ അവർ വധ്യനാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? യഥാകാലം വന്നിടായി എനിക്കായവർ വധ്യരാം സാന്ത്വമത്രേ ബാലകരിൽ പ്രധാനം പ്രഥമം മതം. ഇത് താരതമ്യേന കുട്ടികളാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സാന്ത്വനമായ വാക്കൊക്കെ ആദ്യം പറയുന്നത്. ക്ഷണിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി അതനുസരിക്കില്ലെങ്കിൽ അതിൻ്റെ ഫലം കാണിച്ചു കൊടുക്കാമെന്നാണ്. ആ മല്ലരേ നല്ല വാക്കാലുടൻ ഞാൻ നീ മല്ലന്മാർ ചാണൂരൻ മല്ലന്മാരുണ്ട്, അതൊക്കെ എനിക്ക് കാണാം. നമ്മൾ അവരെ കൊണ്ടൊക്കെ ചെയ്യിക്കാം. വസുദേവൻ തിരിച്ചിട്ടില്ലെന്നായിരയോ വ്രത ആവണ്ണം ചെയ്തിടണം അവരിങ്ങെത്തിടും വിധം. വസുദേവൻ അതിന് കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാകില്ല എന്ന് വിചാരിക്കുക. ഏതായാലും ആ കുട്ടികളെയും നന്ദഗോപുരമൊക്കെ ഇവിടെ എത്തിക്കാൻ വേണ്ടതായ സംഗതികളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഗംഭീരമായ ഒരു സംഭവം ചെയ്തു. വസുദേവനെ കുറേ അധിക്ഷേപിച്ചു. സദസ്യരാകട്ടെ എന്ത് ചെയ്തില്ല, ഇദ്ദേഹത്തെ നേരിട്ട് അഭിനന്ദിച്ചൊന്നുമില്ല. വസുദേവൻ ഉള്ളുകൊണ്ട് അഭിനന്ദിച്ചു എന്നാണ്. കാരണം ഇത്രയൊക്കെ ഒരു സദസ്സിൽ വെച്ചിട്ട് വളരെ പ്രായമുള്ള ആളാണ്, കംസനേക്കാൾ പ്രായമുള്ള ആളാണ് വസുദേവൻ. അങ്ങനെയുള്ള താൻ അപമാനിക്കപ്പെട്ടിട്ട് പോലും അവസാനമായി നന്മയ്ക്ക് ജയം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടും അസത്തുക്കളായ ആളുകളുടെ വാക്കിന് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടൊക്കെ വസുദേവൻ ക്ഷമിച്ചു. ആ ക്ഷമയെ ആ സദസ്യരെ മനസ്സുകൊണ്ട് വാഴ്ത്തി നോക്കിയാണ്. അമ്മട്ട് ആക്ഷേപമേറ്റിട്ടും വസുദേവൻ വസൂപമൻ എന്നാണ്. വസുക്കൾ പോലെ യോഗ്യനായിരിക്കുന്ന ആളാണ്. വസുക്കൾ എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ഒരു ഉപവിഭാഗമായിട്ട് ഗണിക്കാവുന്നവരാണ്. ഇതുപോലുള്ള അഷ്ടവസുക്കളെ പറ്റിയൊക്കെ മഹാഭാരതത്തിൻ്റെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ വസുക്കൾക്കുമില്ലായിരിക്കുന്ന വസുദേവരാകട്ടെ ആഴിയോടൊക്കും ആത്മാവെ ഇളകിയിടാതെ തിനൻ. മനസ്സെപ്പോഴും ചഞ്ചലമാണ് മനുഷ്യർക്ക്. പക്ഷെ അദ്ദേഹം കംസൻ്റെ അധിക്ഷേപങ്ങളൊക്കെ കേട്ടിട്ടും മനസ്സിളകാതെ നിർത്തിയതാണ്, ക്ഷമിച്ചിരുന്നു. മനസ്സിൽ ക്ഷമ വെച്ചും കൊണ്ട് ഉത്തരം മിണ്ടിയില്ലവൻ. ഒരക്ഷരം പറയാൻ പോയില്ല. കാരണം ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിപരീത ഫലം ചെയ്യും. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തനിക്ക് തന്നെ അതിൻ്റെ വാക്കിനെ നിയന്ത്രിക്കാൻ വയ്യാതെ വരും ഇയാളുടെ ദുഷ്ടതയൊക്കെ കാണുമ്പോൾ. അപ്പോൾ അത് കംസൻ്റെ ഭാഗത്ത് കംസൻ്റെ പ്രതികാരം വാങ്ങിച്ചുകയും കംസൻ്റെ വിരോധത്തെയും വർദ്ധിപ്പിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അവിടെ വസുദേവരാകട്ടെ മിണ്ടിയില്ല. എന്തായാലും ചിലരെന്ത് ചെയ്തു, പറയുകയും ചെയ്തു. ചില മനസ്സിലും വിചാരിച്ചു ഈ കംസൻ്റെ വാക്ക് വളരെ മോശമായിപ്പോയി എന്ന് വിചാരിച്ചു. ചിലർ പറഞ്ഞു ഞാൻ ചീച്ചി എന്ന പലകുറി മെല്ലവേ തലചാച്ചവൻ. നേരിട്ട് കംസൻ്റെ മുഖത്ത് നോക്കി പറയാൻ വിഷമം ഉണ്ടാവുമായിരിക്കും. ഒരു തലതാഴ്ത്തിയിട്ട് ചിലരൊക്കെ മോശമായിപ്പോയി പറഞ്ഞൊക്കെ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് അന്ധകൻ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട്, യാദവന്മാരിൽ ഒരാളാണ്. അന്ധകൻ വന്നിട്ട് കംസൻ്റെ ഈ ദുർനയത്തെയും കംസൻ്റെ ഈ ഗൂഢാലോചനയും അയാളുടെ തെറ്റായ പ്രവർത്തികളെ വിമർശിക്കുന്ന ഭാഗമാണ് ഈ അടുത്തുള്ളത്. അതാണ് അടുത്ത അധ്യായം. എന്നാലും അതൊക്കെ കഴിഞ്ഞിട്ട് അക്രൂരൻ കംസൻ്റെ ദൂതനായിട്ട് അമ്പാടി ചെല്ലുന്നതും നന്ദഗോപുരമൊക്കെ കാണുന്നതും രാമകൃഷ്ണന്മാരെ കൂട്ടിയിട്ട് അമ്പാടിയിലേക്ക് വരുന്നതും തുടർന്നുള്ള കഥകളൊക്കെയാണ് ഇനിയുള്ളത്. അത് തുടർന്നുള്ള പ്രഭാഷണം കേൾക്കാം. തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.